അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതുന്നതിന് വേണ്ടി മിമ്പറിലേക്ക് കയറുമ്പോൾ 3 പ്രാവശ്യം ആമീൻ 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 എന്ന് പറഞ്ഞു. സഹാബത്തിന് ആശ്ചര്യമായി, എന്തുകൊണ്ടായിരിക്കും മുത്തുനബി ആമീൻ ഇങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ സഹാബത്ത് ചോദിച്ചു. അപ്പോൾ മുത്തുനബി പറയാണ്, സഹാബത്തെ, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു. പരിശുദ്ധമായ റമളാനിൻ്റെ ദിനരാത്രങ്ങൾ കടന്നു വന്നിട്ട് പാപങ്ങൾ പൊറുപ്പിക്കാത്തവൻ അവനെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയട്ടെ, സ്വർഗത്തിൽ നിന്ന് അള്ളാഹു വിദൂരത്താക്കട്ടെ എന്ന് ദുആ ചെയ്തു. അതിന് ഞാൻ ആമീൻ പറഞ്ഞതാണ്. പരിശുദ്ധമായ റമളാനിൻ്റെ റഹ്മത്തിൻ്റെ 10 നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. മഗ്ഫിറത്തിൻ്റെ 10 നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഈ ഒരവസരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിരായി ആമീൻ പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? ചിന്തിക്കൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതുന്നതിന് വേണ്ടി മിമ്പറിലേക്ക് കയറുമ്പോൾ 3 പ്രാവശ്യം ആമീൻ 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 എന്ന് പറഞ്ഞു. സഹാബത്തിന് ആശ്ചര്യമായി, എന്തുകൊണ്ടായിരിക്കും മുത്തുനബി ആമീൻ ഇങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ സഹാബത്ത് ചോദിച്ചു. അപ്പോൾ മുത്തുനബി പറയാണ്, സഹാബത്തെ, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു. പരിശുദ്ധമായ റമളാനിൻ്റെ ദിനരാത്രങ്ങൾ കടന്നു വന്നിട്ട് പാപങ്ങൾ പൊറുപ്പിക്കാത്തവൻ അവനെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയട്ടെ, സ്വർഗത്തിൽ നിന്ന് അള്ളാഹു വിദൂരത്താക്കട്ടെ എന്ന് ദുആ ചെയ്തു. അതിന് ഞാൻ ആമീൻ പറഞ്ഞതാണ്. പരിശുദ്ധമായ റമളാനിൻ്റെ റഹ്മത്തിൻ്റെ 10 നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. മഗ്ഫിറത്തിൻ്റെ 10 നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഈ ഒരവസരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിരായി ആമീൻ പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? ചിന്തിക്കൂ. അസ്സലാമു അലൈക്കും.